കേന്ദ്രമന്ത്രിയാകാൻ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന നീക്കങ്ങൾ യു.ഡി.എഫിന് തലവേദനയായി മാറുന്നു. ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം വേണമെന്നാണ് ഇവരുടെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് വ്യക്തമാകുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരളത്തിലും ശക്തമായ തിരയിളക്കങ്ങൾ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിക്കാണ് നിലവിൽ മുൻതൂക്കമെങ്കിലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ കാറ്റ് ചിലപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നാലത് കേരളത്തിലെ മുന്നണി ബന്ധങ്ങളെ ഇളക്കിമറിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ലോക്സഭാ വിധിയെഴുത്ത് എൻ.ഡി.എക്ക് എതിരാണെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്ക് അത് ഗുണകരമായി മാറും. അങ്ങനെ വന്നാൽ കേരളത്തിൽ യു.ഡി.എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നേടിയെടുക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിക്കും. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഇ. അഹമ്മദ് കേന്ദ്രത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണയും തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമുയർത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് കേന്ദ്രമന്ത്രിയാകാനുള്ള തന്റെ ആഗ്രഹം വിശ്വസ്ത കേന്ദ്രങ്ങളെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എം.എൽ.എ ആയ പി.കെ. കുഞ്ഞാലിക്കുട്ടി ആ സ്ഥാനം രാജിവെച്ച് എം.പി. ആകാനും അതുവഴി മന്ത്രിയാകാനുമാണ് കരുക്കൾ നീക്കുന്നത്. ദേശീയ തലത്തിൽ ജനവിധി ബി.ജെ.പിക്ക് എതിരാവുകയാണെങ്കിൽ ഉടൻ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് പ്രതിനിധിയായി മത്സരിക്കാനും അതുവഴി എം.പി. കുപ്പായം അണിയുവാനുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം. അങ്ങനെ വന്നാൽ നിലവിലുള്ള എം.എൽ.എ സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായും വരും. മുസ്ലിം ലീഗിനുള്ളിൽ രാജ്യസഭാ സീറ്റിനായി നേരത്തെ തന്നെ കച്ചമുറുക്കിയിരിക്കുന്നവർ ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം.എ. സലാമും യൂത്ത് ലീഗ് അഖിലേന്ത്യാ നേതാവ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവുമാണ്. തന്റെ മന്ത്രിമോഹം സാക്ഷാത്കരിക്കുന്നതിനായി ഇവരുമായി അനുനയ ചർച്ചകൾ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറച്ച സീറ്റും യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനവുമാണ് ഇവർക്കുള്ള ഓഫർ. കുഞ്ഞാലിക്കുട്ടിയെ പിണക്കുന്നത് രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാകുമെന്ന് തിരിച്ചറിഞ്ഞ് രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ഇവർ പിന്മാറുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ലീഗ് നേതാവ് ഇ. അഹമ്മദിന്റെ നിര്യാണത്തോടെ ഒഴിവ് വന്ന മലപ്പുറം ലോക്സഭാ സീറ്റിൽ മത്സരിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി 2019-ലും മലപ്പുറത്തെ പ്രതിനിധീകരിച്ചു. ഈ സമയത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് കുഞ്ഞാലിക്കുട്ടി എം.പി. സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചു. എന്നാൽ യു.ഡി.എഫ് പരാജയപ്പെടുകയും എൽ.ഡി.എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു. ഈ വിധത്തിൽ എം.പി. സ്ഥാനം രാജിവെച്ചതിനെതിരെ ലീഗിനുള്ളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലായിരുന്നു. ഇപ്പോൾ വീണ്ടും നിയമസഭാ സ്ഥാനം രാജിവെക്കാനുള്ള നീക്കം ആരംഭിച്ചതോടെ ലീഗിൽ മാത്രമല്ല ഇതര യു.ഡി.എഫ് ഘടകകക്ഷികളിലും പ്രതിഷേധം ശക്തമാണ്. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകളും ലീഗിനുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ബന്ധുവായ പി.കെ. അസ്ലുവോ യൂത്ത് ലീഗ് നേതാവ് ഷെരീഫ് കുറ്റൂരോ തന്റെ പിൻഗാമിയാകണമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിലിരിപ്പ്. കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഡോക്ടർ എം.കെ. മുനീർ, കെ.എം. ഷാജി തുടങ്ങിയ നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരാനായി അവർ കാത്തിരിക്കുകയാണ്. ആസന്നമായ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് തടയാനാണ് ഇവരുടെ നീക്കം. എന്നാൽ പാർട്ടിയിൽ ശക്തനായ കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നത് അത്ര എളുപ്പമല്ലതാനും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മുസ്ലിം ലീഗ് വിട്ട വിമത നേതാവ് സബാ കുണ്ടുകുഴിക്കലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇടതു നീക്കം. അധികാര കസേരയ്ക്കായി ഇടയ്ക്കിടെ രാജിവെക്കുകയും മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ യു.ഡി.എഫ് ഘടകകക്ഷികൾക്കും കടുത്ത എതിർപ്പാണുള്ളത്. ഫലപ്രഖ്യാപനം എന്താകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ അവരാരും പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. വിവാദം ശക്തമായതോടെ താൻ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു തന്ത്രമാണെന്നാണ് സൂചന. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തിനായി കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുമെന്നത് ഉറപ്പാണ്. അതോടെ മുസ്ലിം ലീഗിനുള്ളിലും പ്രതിഷേധം ഉയരും. ഫലത്തിൽ യു.ഡി.എഫ് നേതൃത്വത്തെ കാത്തിരിക്കുന്നത് വലിയ പൊട്ടിത്തെറികൾ ആണെന്ന് വ്യക്തം.